അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണ കഥ എന്ന് വെച്ചാൽ, ഞാൻ രക്ഷപ്പെടുത്തി പക്ഷെ മരിച്ചു പോയ ഒരു കുഞ്ഞു കുട്ടീൻ്റെ കഥ കേട്ടാ. കുഞ്ഞു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 4 വർഷം മുന്നേ പഴക്കമുള്ള കഥയാണ്. കാരണം 2021 ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ ഞാൻ വന്ന സമയം. ആ സമയത്ത് നമ്മളെ വീട്ടിൽ റോമിക്കുട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ അന്നും മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഒരു സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു മറ്റ് കുട്ടികളോട് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഒരു നല്ല മഴ ഉള്ളൊരു സമയം, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഒരു ബാക്ക് സൈഡ്, ഞങ്ങളെ കടേൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചൊരു ഒഴിഞ്ഞ പറമ്പായിരുന്നു. ആ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ഭയങ്കര ഒരു കരച്ചിൽ, ഒരു കുട്ടികളെ കരച്ചിൽ പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. 4 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് രാജ എന്ന പേരിലൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അവനും കൂടി ചേർന്ന് കടയുടെ ബാക്ക് സൈഡിൽ പോയപ്പോൾ ആരോ ഒരാൾ ചാക്കിൽ കെട്ടിയിട്ട് 4 കുട്ടികളെ കൊണ്ടുവന്ന് ബാക്ക് സൈഡിൽ കളഞ്ഞു പോയിരിക്കുന്നത്. വളരെ ചെറിയ കുട്ടികൾ, കണ്ണു തുറന്നിട്ടുള്ള ആ പ്രായം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനേ ഭയങ്കര വിഷമിച്ചു. അയ്യോ, ഞാൻ എന്ത് ചെയ്യാൻ ഇപ്പോൾ പിന്നെ കുട്ടികൾ കഴിഞ്ഞിട്ട് വരും, മഴ വരെ നല്ല മഴ. അപ്പോൾ ഞങ്ങൾ കടയിലൊരു മെഷീൻ വന്നൊരു വലിയൊരു അട്ട ബോക്സ് ഉണ്ടായിരുന്നു. അട്ട ബോക്സ് എന്ന് പറഞ്ഞാൽ വലിയ കാർഡ്ബോർഡിൻ്റെ പെട്ടി. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും സേഫ് ആക്കിയിട്ട് അതിന് മുകളിൽ ചാക്ക് നിറച്ച് മഴ നിറഞ്ഞത് കുതിരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, കടയിൽ തൊട്ടടുത്തിന് കട ഉണ്ടായിരുന്നു, പലചരക്ക് കട. അവിടെ പോയിട്ട് ഒരു കവർ പാല് വാങ്ങിയിട്ട് അവർക്കൊരു ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കൊടുത്ത്. പക്ഷെ അതിൽ അപ്പോഴും ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഒരു ആക്റ്റീവ് ഇല്ലാതെ എപ്പോഴും കിടന്നുറങ്ങണം പോലത്തെ ഒരു സ്വഭാവമുള്ളവന്. അപ്പോഴേ ഞാനും മനസ്സിൽ വിചാരിച്ചു എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇവൻ ആള് നോർമൽ ഒരു കുട്ടിയല്ല, ഇവൻ മറ്റു കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്, അവന് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു പാല് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വലുതായി തുടങ്ങി. അങ്ങനെ കടയിൽ വരുന്ന ആൾക്കാർ ഇവരെ കളി ഇതൊക്കെ കണ്ടിട്ട് അതിൽ മറ്റ് 3 കുട്ടികളെ കൊണ്ടുപോയി. 3 കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് പെറ്റ്സിന് വാങ്ങാൻ വന്ന അവരെന്നെ വിഷമിച്ച് വേണ്ട, അങ്ങനെ വെച്ചാൽ മോളെ വളർത്തിയെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകും, പിന്നെ 6 മണിക്ക് ശേഷം ഇവിടെ എപ്പോഴും ബൈക്കും വണ്ടിയിൽ പോകണമെന്ന്, അപ്പോൾ എനിക്കിവരെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെല്ലാം കൊണ്ടുപോയി എൻ്റെ രാജുകുട്ടി, അത് ഞാനിട്ട പേരാണ് രാജുകുട്ടിന്ന്. രാജുകുട്ടിക്ക് എന്താ വെച്ചാൽ വളരെ വളരെ അവൻ്റെ നടു നമ്മളെ എല്ലുണ്ടല്ലോ അത് വളഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരാ ഷേപ്പിൽ അത് അവൻ്റെ ഫോട്ടോസൊന്നും ഇപ്പോൾ എൻ്റെ അടുത്തില്ല കേട്ടോ. അത് 2021 സമയത്തിൽ ഞാനതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അത് ഞാൻ പഴയ ഏതോ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യാന്ന് ആലോചിച്ച് എനിക്ക് വിഷമമായി. കാരണം ഇവൻ റാ ഷേപ്പിൽ, ഇവനക്ക് വളരെ വളരെ അവനക്കത് പെയിനോട്ട് ഒരു അടി എടുത്ത് വെക്കുമ്പോഴേ അവൻ കരയുമായിരുന്നു. അങ്ങനെ പിന്നെ അന്ന് ഒരു ഡോക്ടർ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങനെ അവനക്ക് ഇഞ്ചക്ഷൻ വെക്കുന്ന തന്നെ ഞാൻ ഒളിച്ചു വെക്കാൻ തുടങ്ങി പൈസ എല്ലാം. കാരണം ഇവന് വരുമ്പോൾ ഇഞ്ചക്ഷൻ കഴിക്കാൻ വേണ്ടി 2500 3000 പൈസ ആവുമായിരുന്നു. അങ്ങനെ ഓന് നമ്മൾ രക്ഷപ്പെടുത്തി. ഞാൻ വീട്ടിൽ നിന്ന് ഒരു കുപ്പിയിൽ പാല്, ഉച്ചയ്ക്കുള്ള ചോറ്, വൈകുന്നേരം പിന്നെ അവിടുന്ന് പെഡിഗ്രീൻ്റെ അതെല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു 6 മാസമൊക്കെ 6 മാസമായപ്പോൾ കുറച്ച് ഇഞ്ചക്ഷനൊക്കെ വെച്ച കാരണം കുറച്ചൊക്കെ അവൻ നടക്കാൻ തുടങ്ങി. ബ്രൗൺ കളർ, എൻ്റെ റോമിക്കുട്ടീൻ്റെ പോലെ ബ്രൗൺ കളർ ചെയ്തിട്ട് അവന് നടക്കാൻ തുടങ്ങി. അവന് ഞാനല്ല വളർത്തിയ ഒരാളൊക്കെ വലുതാക്കി. ഒരിക്കലും ഞാൻ ചിക്കൻ കൊടുത്തപ്പോൾ അറിയാതെ അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. കാരണം അവൻ അധികം കുറയ്ക്കൊക്കെ ചെയ്യട്ടെ, ആരെ കണ്ടാലും കുറയ്ക്കും. അതുപോലെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. അവൻ ആ വളഞ്ഞ ശരീരം കൊണ്ട് ഓടി വരും നമ്മളടുത്ത് കളിക്കാൻ. അവനക്ക് മുത്തുമണിന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നിട്ടാ കളിക്കാൻ. മുത്തുമണിന്ന് അവൻ്റെ ഭയങ്കര ഫ്രണ്ട്. മുത്തുമണിനെ കണ്ടു കഴിഞ്ഞാൽ അവനക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ വണ്ടി ശബ്ദം കേട്ടാൽ ഏത് ദൂരത്തു നിന്നാണെങ്കിലും അവൻ ആ വളഞ്ഞ ശരീരം വെച്ചുകൊണ്ട് ഓടി വരണവന്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അവനെ കണ്ട് നല്ല സന്തോഷത്തോടെ പോയതാണ്. അവൻ നല്ല തടിയൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ ഫുഡ് കൊടുത്ത് ഇഞ്ചക്ഷൻ അടിച്ചിട്ട്. അന്നും എൻ്റെ കടയത്തെ ഓണർക്ക് ഡോഗ്സിനെ ഇഷ്ടമില്ല കേട്ടോ. അതിനെ ചവിട്ടിയും മെതിക്കൂ, ഇതിനെ പുറത്ത് കയറി ഇങ്ങനെ വലിച്ചെറിയൂ. അതൊക്കെ എന്നെ കണ്ടുകൊണ്ട് നിൽക്കണില്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. കാരണം നമ്മളെ അടുത്ത് അന്ന് പൈസ ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ ഈ മക്കൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ മോനെ ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ എന്നെ എപ്പോഴും കണ്ട എൻ്റെ അടുത്ത് കളിച്ച് ഓടി വരണം, അന്നും വരണില്ല. പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ അവൻ്റെ തലയിൽ കൂടെ ആരോ വണ്ടി ബൈക്ക്. ആ ഒരു ഇത് കണ്ടപ്പോഴേ എനിക്ക് തകർന്നു പോയി എൻ്റെ മനസ്സ്. എന്ത് ചെയ്യണമെന്നറിയാം. അത് സ്മെല്ല് വരെ അവൻ്റെ മേലിൽ നിന്ന് വന്നു തുടങ്ങി. അപ്പോൾ രാവിലെ നമ്മൾ പോയ സമയത്ത് ഞാൻ ആരെങ്കിലും ഏറ്റിയതാണോ അതോ ഇനി കടയത്തെ എൻ്റെ ഇപ്പോൾ ജോലിയുടെ കടയത്തെ ഓണർ ഏറ്റിയതാണോന്നും എനിക്കറിഞ്ഞൂടെ. വണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു.
അയ്യോ! അന്ന് ഞാൻ അനുഭവിച്ചൊരു വിഷമം, എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയ ആൾ തിരിച്ച് വന്ന്, അവർക്കറിയാം ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിടന്ന് കരയുന്നുള്ളത്. അങ്ങനെ മൂപ്പര് വന്നിട്ട് കുറേ അപ്പുറത്തുനിന്ന് വല്ല പൂവ് ഇതെല്ലാം ഞാൻ തന്നെ പോയിട്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടി ഉണ്ടായിരുന്നല്ലോ, കുട്ടീനെ പറഞ്ഞയച്ച് പൂവ് വാങ്ങി അവനെ നമ്മളന്ന് വളരെ വിഷമത്തോടെ കുഴിച്ചു മൂടി. അതിപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. കാരണം അവനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചൊരു കുട്ടിയായിരുന്നു. അവനെ ഞാൻ ആദ്യമായിട്ട് റെസ്ക്യൂ ചെയ്ത ഒരു പപ്പി എന്ന് പറയുക വെച്ചാൽ രാജുകുട്ടിയാണ്. രാജുകുട്ടി ഇന്ന് മരിച്ചിട്ട് ഇപ്പോൾ എത്ര ആയാലും ഒരു 4 വർഷമായിട്ടുണ്ടാവും. ഇപ്പോഴും ഞാൻ ആ കടൻ്റെ അടുത്ത് കൂടുമ്പോൾ എൻ്റെ രാജുകുട്ടീനെ ഇപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്. അവന് ഈ ലോകത്ത് സ്വർഗത്തിലിരുന്നിട്ട് എൻ്റെ മോനെ എന്നെ ഓർക്കുന്നുണ്ടാവും. അവൻ്റെ മോന് അമ്മ ഇപ്പോഴും അവനെ ഓർക്കുന്നുണ്ടല്ലോ എന്നൊരിത്. അവനെ ഞാൻ ഒരിക്കലും മറക്കൂല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് റെസ്ക്യൂ ചെയ്തത് എൻ്റെ രാജുകുട്ടീനെയാണ്. അന്ന് മുഴുവൻ ഞാൻ ഈ ജോലി ചെയ്യുന്ന കടയിലിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ കെട്ടിനോട് പറയുകയും ചെയ്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര വിഷമിച്ചൊരു ദിവസം അന്നാണെന്നുള്ളത്. കാരണം നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മളെ കാണുമ്പോൾ ഓടി വരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു വിഷമം അത് ഭയങ്കര, എന്നെപ്പോലെ പെറ്റ്സുകൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. അപ്പോൾ എന്ത് ചെയ്യാൻ, നമ്മൾ എത്ര റെസ്ക്യൂ ചെയ്താലും അവർക്ക് ആയുസ് ഇത്രയെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നു. ഇപ്പം നമ്മളെ ഗതിയെല്ലാം അങ്ങനെ തന്നെയല്ലേ. എന്നാൽ എൻ്റെ മോനെ ഞാൻ ഇതുവരെയ്ക്കും മറന്നിട്ടില്ല, ഇത്ര വർഷമായി. അപ്പം ഞങ്ങളെ വീഡിയോ എല്ലാവരും കാണണം, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കൊണ്ട് കഴിയണത് ഒരു നേരത്തെ ആഹാരം സ്ട്രീറ്റ് ഡോഗിന് കൊടുക്കണം.